പ്രിയപ്പെട്ടവരെ, ഈരക്കമാഴ്ചവട്ടം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വൻ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയെ അഭിനന്ദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വിഴിഞ്ഞത്ത് മദർഷിപ്പ് അടുക്കുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് ഇക്കഴിഞ്ഞ ദിവസം കേരളം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ ചരിത്രപരവും കേരളത്തിന്റെ വാണിജ്യ വികാസത്തെയാകെ ത്വരിതപ്പെടുത്തുന്നതുമായ നേട്ടത്തെ വലിയ തോതിൽ വിവാദമാക്കുന്നതിന് മാധ്യമങ്ങളും UDFകാരും ഹീനമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൻ്റെ ചരിത്രഗതിയെ സൂചിപ്പിച്ച് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വികസനത്തിൻ്റെ പുതിയ വഴികൾ തുറന്ന് ഇടതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷ മുന്നണി നേതൃത്വം നൽകിയ സർക്കാരുകളുടെയും ജാഗ്രതയോടുകൂടിയ നിരന്തര പോരാട്ടത്തിൻ്റെയും ഇടപെടലുകളുടെയും വിജയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിലുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമെന്ന ആശയത്തിന് കേരളത്തിൽ വിത്തുവാകുന്നത് 1996 EK നായനാർ സർക്കാരാണ്. അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയ പഠനത്തിന് അന്ന് നായനാർ സർക്കാർ ഒരു പ്രത്യേക സമിതിയെ തന്നെ നിയോഗിക്കുകയുണ്ടായി. അന്ന് കുമാർ ഗ്രൂപ്പിനായിരുന്നു ഇത് സംബന്ധിച്ച പഠനത്തിൻ്റെ ചുമതല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പിന്നീട് അധികാരത്തിൽ വന്ന AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് ഈ പഠനങ്ങളൊന്നും തുടർന്ന് നടത്താതെ നേരെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ടെൻഡറിൽ അന്ന് വിജയിച്ചത് ഒരു ചൈനീസ് കമ്പനിയായിരുന്നു. 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ VS ഗവൺമെന്റ്, VS അച്യുതാനന്ദൻ നേതൃത്വം നൽകുന്ന സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ സർക്കാരിൽ M വിജയകുമാറായിരുന്നു തുറമുഖ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ തുടർച്ചയെന്ന നിലയിൽ UDF ഗവൺമെന്റ് അംഗീകരിച്ച കമ്പനിക്ക് തന്നെ ടെൻഡർ നൽകുന്നതിന് അന്ന് സർക്കാർ തീരുമാനമെടുത്തു. അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്, അതായത് AK ആന്റണി പ്രതിരോധ മന്ത്രിയായുള്ള അക്കാലത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. അതിന് കാലതാമസം നേരിട്ടു. അത്തരമൊരു സന്ദർഭത്തിൽ വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണ്, ഈ നടപടിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് കേരള ഗവൺമെന്റ് ചെയ്തത്. വിഴിഞ്ഞം നിർമ്മാണ ചുമതല ഏറ്റെടുത്ത കമ്പനിയുടെ ഷെയർ ഹോൾഡർമാരിൽ ചൈനീസ് കമ്പനിയും ഉണ്ടെന്ന കാരണത്താൽ അന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചു. കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ടെൻഡർ ഉറപ്പിച്ച AK ആന്റണി തന്നെ അനുമതി നിഷേധിച്ച സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു എന്നത് ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന നിശ്ചയദാർഢ്യമുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനായി സർവകക്ഷി യോഗം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി, വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അക്കാലത്ത് മുന്നോട്ട് പോയത്. ഇതേ തുടർന്ന് പദ്ധതി റീടെൻഡർ ചെയ്യുന്നതിന് മുന്നോടിയായി ആഗോള മീറ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു അന്ന് VS ഗവൺമെന്റ്. തുടർന്ന് നടത്തിയ ടെൻഡറിൽ ആന്ധ്രാപ്രദേശ് കേന്ദ്രമായുള്ള ലാൻകോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി ഈ പദ്ധതി ഏൽപ്പിക്കുകയുണ്ടായി. അവരുടെ ബിസിനസ് എതിരാളിയായ ഒരു കമ്പനി കോടതിയിൽ പോയി പദ്ധതി നിയമക്കുരുക്കിൽ കുടുങ്ങുന്ന നിലയുണ്ടായി. അതുകൊണ്ട് ലാൻകോ കമ്പനി അതിൽ നിന്നും പിന്മാറുകയാണ് പിന്നീട് ചെയ്തത്. പിന്നീട് അതിനെ തുടർന്ന് ഈ ലാൻഡോഡ് മോഡൽ രീതിയിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനായിരുന്നു തുടർ ശ്രമങ്ങൾ. ലാൻഡോഡ് മോഡൽ എന്നാൽ സർക്കാരിൻ്റെ മുൻകൈയിൽ ഹാർബർ നിർമ്മിക്കുക എന്നതാണ്. പിന്നീട് അതിനുശേഷം നടത്തിപ്പിന് ഒരു പങ്കാളിയെ കണ്ടുപിടിക്കുക എന്നതാണ് ഈ രീതി. ഹൈദരാബാദിലെ ലാൻകോ കൊണ്ടപ്പള്ളി പവർ പ്രൈവറ്റ് ലിമിറ്റഡ് ലീഡ് മെമ്പറായുള്ള ലാൻകോ ഇൻഫ്രാടെക് ലിമിറ്റഡ്, മലേഷ്യയിലെ പെമ്പിനാൻ റെഡ്സായ് എന്നിവ ചേർന്ന് കൺസോർഷ്യമാണ് ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയത്.
അവർ സംസ്ഥാന ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായം ഇല്ലാതെ തന്നെ തുറമുഖം നിർമ്മിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന നിലയുണ്ടായി. 30 വർഷത്തിന് ശേഷം സംസ്ഥാന ഗവൺമെന്റിന് കൈമാറണമെന്നായിരുന്നു അന്നത്തെ LDF ഗവൺമെന്റ് ഉണ്ടാക്കിയ വ്യവസ്ഥ. കമ്പനിയിൽ സംസ്ഥാന ഗവൺമെന്റിന് 24% ഓഹരി പങ്കാളിത്തം ഉണ്ടായിരിക്കുമെന്നും വ്യവസ്ഥ ചെയ്തു. അതിനുവേണ്ടി 225 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് നിക്ഷേപിക്കും. 30 വർഷം കഴിയുമ്പോൾ തുറമുഖത്തിന്റെ പൂർണ്ണ അവകാശം സർക്കാരിന് നിക്ഷിപ്തമാകുന്ന രീതിയിലായിരുന്നു അതിൻ്റെ മറ്റ് തുടർ വ്യവസ്ഥകൾ. പക്ഷെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കമ്പനിയെ പിന്മാറ്റാൻ ചരടുവലി നടക്കുന്ന നിലയുണ്ടായി. ഒടുവിൽ ഏതോ സാഹചര്യത്തിൽ ആ കമ്പനി പിന്മാറുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആയിട്ടും അക്കാലത്ത് VS ഗവൺമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്നും പിൻവാങ്ങിയില്ല. ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷനെ തുറമുഖ പദ്ധതിയുടെ കൺസൾട്ടന്റായി ഗവൺമെന്റ് നിശ്ചയിക്കുകയാണ് ചെയ്തത്. ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്യൂറി എന്ന സ്ഥാപനത്തെ മാർക്കറ്റ് പഠനത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഡ്യൂറി നടത്തിയ വിശദമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ഓൺ മോഡലിൽ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. 450 കോടി രൂപ ബഡ്ജറ്റ് വഴിയും 2500 കോടി രൂപ SBT ലീഡ് പാർട്ട്ണറായുമുള്ള ബാങ്ക് കൺസോർഷ്യം വഴിയും സമാഹരിക്കാൻ നിശ്ചയിച്ചു. SBIയുടെ നേതൃത്വത്തിലുള്ള SBI ക്യാപ്പാണ് ഇതിന് നടപടി സ്വീകരിച്ചത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 2010 ആഗസ്റ്റിൽ നിർവഹിക്കുകയും ചെയ്തു. ആ യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു. തുറമുഖ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള പരിസ്ഥിതി ക്ലിയറൻസിന് ആയി നൽകിയ അപേക്ഷ 2010 ഒക്ടോബറിൽ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് കീഴിലുള്ള അക്കാലത്തെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിഷേധിക്കുകയാണ് ചെയ്തത്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ മറുപടി വിശദീകരണം വല്ലാർപാടം, അതുപോലെ കുളച്ചൽ, മദ്രാസ്, തൂത്തുക്കുടി തുടങ്ങിയ തുറമുഖങ്ങൾ അതിൻ്റെ ഈ വിഴിഞ്ഞത്തിന്റെ സമീപത്തായിട്ടുണ്ട് എന്നതായിരുന്നു. കേരളം നൽകിയ രണ്ടാമത്തെ അപേക്ഷയും കേന്ദ്രം നിഷേധിച്ചു. അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഇടതുപക്ഷം ആവിഷ്കരിച്ച ലാൻഡ് ലോഡ് മോഡലിൽ തുറമുഖം നിർമ്മിക്കണമെന്നായിരുന്നു നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ 2015 ആഗസ്റ്റ് വരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. തുടർന്നാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭം LDF ആരംഭിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖ ലോബിക്കും അതുപോലെ തന്നെ UDF സർക്കാരിനുമെതിരെ 2012 ഒക്ടോബർ 23 ജനകീയ കൺവെൻഷൻ ഇതിൻ്റെ ഭാഗമായി ആദ്യം സംഘടിപ്പിച്ചു. അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് അന്തരിച്ച സഖാവ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. സമരങ്ങൾ പ്രാദേശികമായി മുന്നോട്ട് പോകുന്ന നിലയുണ്ടായി. 2013 ഏപ്രിൽ 3 വീണ്ടും ജനകീയ കൺവെൻഷൻ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടകനായി നടക്കുകയുണ്ടായി. അത് കഴിഞ്ഞാണ് രാജ്യമാകെ ശ്രദ്ധിച്ച സമരത്തിന് തിരുവനന്തപുരം ഇതിൻ്റെ ഭാഗമായി വേദിയാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. ഒരു വികസന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മനുഷ്യ ചങ്ങല തീർക്കുന്ന നില വരെ ഉണ്ടായി. 2013 ഏപ്രിൽ 16 വിഴിഞ്ഞം മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ അന്ന് പിണറായിയാണ് ആദ്യ കണ്ണിയായും അതുപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ അവസാന കണ്ണിയുമായി പങ്കാളിയായത്. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ 212 ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ സമരവും ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആ സമരം ഉദ്ഘാടനം ചെയ്തത് എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു വികസന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ സമരങ്ങളിലൊന്നായിരുന്നു ഇത് എന്ന് നമുക്ക് കാണാനാകും. പദ്ധതിക്ക് വേണ്ടിയുള്ള സമരം തെരുവിൽ മാത്രമായിരുന്നില്ല. ആ ഘട്ടങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും LDFന്റെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ടത്. അതിനുശേഷം അക്കാലത്തെ നിയമസഭയിലെ ഇടതുപക്ഷ MLAമാർ
ഇടതുപക്ഷം നിയമസഭയിൽ ശക്തമായ ഇടപെടലും അടിയന്തര പ്രമേയവും എല്ലാം അവതരിപ്പിച്ച് ശക്തമായ ഇടപെടൽ നടത്തുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി ഈ UDFന്റെ ഭരണത്തിൽ, തൻ്റെ ഭരണത്തിൽ 4 വർഷവും അനങ്ങാതിരുന്ന ശേഷം 5ാമത്തെ വർഷം അവസാനമാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇതിന് എന്തെങ്കിലും ഒരു ചെറുവിരലടക്കം നടത്തുന്നതിന് സന്നദ്ധമായി. അത്തരമൊരു നീക്കമാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പിതൃത്വം അവകാശപ്പെടാനുള്ള കാരണമായി ഇപ്പോൾ UDF ഉയർത്തി കാണിക്കുന്നത് എന്നത് പരിഹാസ്യമാണ്. UDF ഉണ്ടാക്കിയ നിർമ്മാണ കരാറിനെ വിമർശിച്ച ഇടതുപക്ഷം ആ വിമർശനങ്ങളുടെ പേരിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കില്ല എന്ന് അക്കാലത്ത് വളരെ വ്യക്തമായ നിലയിൽ സൂചിപ്പിച്ചിരുന്നു. 2016 തന്നെ അന്ന് ആദ്യം തന്നെ ജനുവരിയിൽ തന്നെ ഇക്കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലും ഇടതുപക്ഷം അക്കാലത്ത് വ്യക്തമാക്കി. ഒന്നാമത്തെയും ഇപ്പോഴത്തെയും പിണറായി ഗവൺമെൻറ് ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിജയമാണ് ഇന്ന് രാജ്യത്തിൻ്റെ മുമ്പിൽ അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം ഉയർന്നു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള. പദ്ധതിയുടെ ചുമതല അദാനി പോർട്ടിന് നൽകുന്നത് UDF കാലത്താണെങ്കിലും നിർമ്മാണം ആരംഭിക്കുന്നത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. തുടക്കത്തിലും തുടർന്നുള്ള എല്ലാ ഘട്ടങ്ങളിലും പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം നേരിടുകയുണ്ടായി. പദ്ധതിയുടെ നിർണായക ഘടകമായ 3000 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിൻ്റെ പുരോഗതി, നിർമ്മാണ വസ്തുക്കളുടെ കുറവ് കാരണം എല്ലാം മന്ദഗതിയിലാകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശികമായ പ്രക്ഷോഭവും കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയും എല്ലാം മറികടന്നുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നടക്കം ഇതിൻ്റെ പാറക്കല്ലുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളെല്ലാം എത്തിച്ച് പദ്ധതി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. 2020 മുതൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിൽ നടത്തിപ്പിൽ മികച്ച പുരോഗതി നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ വികസനം പൂർണ്ണമായിരിക്കുന്നത് ആദ്യം വിഭാവനം ചെയ്തിരുന്ന കാലത്തേക്കാൾ നേരത്തെയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പദ്ധതിയുടെ എല്ലാ ഘട്ടങ്ങളും 2028 പൂർത്തീകരിക്കുന്ന നിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. ഏതായിരുന്നാലും കേരളത്തിൻ്റെ ഒരു അഭിമാന നേട്ടമായി വിഴിഞ്ഞം തുറമുഖം ആകുന്നു എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും പ്രതിബദ്ധതയുമാണ് കാണിക്കുന്നത് എന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടതുണ്ട്.